അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ മനാഫിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. നമ്മുടെ അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടമ മനാഫിനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആരും ചർച്ച ചെയ്യാത്ത വലിയൊരു പ്രശ്നമുണ്ട്. പോലീസ് ഇട്ട എഫ്ഐആറിൽ മനാഫ് ചെയ്തതായി പറയുന്ന ഗുരുതര കുറ്റകൃത്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയത്. മനാഫ് ഇത്രയധികം കുറ്റം ചെയ്തുവെന്ന് പോലീസ് കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു? ഇന്നലെ ആ എഫ്ഐആറിൽ ഒന്നുകിൽ അർജുനന്റെ സഹോദരി അഞ്ജു നൽകിയ പരാതിയിൽ മനാഫിനെ കുറിച്ച് പറയണം. അപ്പോൾ പോലീസിന് ഇത്തരത്തിലൊരു എഫ്ഐആർ ഇടാൻ ഉറപ്പായും പറ്റും. അല്ലാതെ എങ്ങനെയാണ് പോലീസിന് മനാഫ് ഇത്രയും ഗുരുതര കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായത്? കവടി നിരത്തി നോക്കിയോ, അതോ മഷിയിട്ട് നോക്കിയോ, അതോ മാനത്ത് കണ്ടോ? അന്തസ്സോടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ചുമലിൽ കലാപാഹ്വാന കുറ്റം ചുമത്താൻ കേരള പോലീസിന് ആരാണ് അധികാരം നൽകിയത്? അതിന് കേരള പോലീസിന്റെ കയ്യിലുള്ള ഇന്നലത്തെ തെളിവെന്തായിരുന്നു? എന്തായാലും ഇതിൽ മനാഫ് ഒരു തരത്തിലും പ്രതിയല്ല. ഒന്നുകിൽ പരാതി നൽകിയ അഞ്ജുവാണ് ഇതിൽ പ്രതി, അല്ലെങ്കിൽ പോലീസാണ് ഇതിലെ പ്രതി. നമുക്ക് മനാഫിനെതിരെ പോലീസ് ഇട്ട എഫ്ഐആർ വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നുകിൽ പോലീസിന് ഇതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അഞ്ജുവിന്റെ പരാതിയിൽ മനാഫിന്റെ പേരില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് സത്യം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. ഈ കാണുന്നതാണ് മനാഫിനെതിരെ കേരള പോലീസ് എടുത്തിരിക്കുന്ന എഫ്ഐആർ. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഇതിൽ പറയുന്നത് പരാതിക്കാരിയുടെ സഹോദരൻ അർജുനൻ എന്നയാൾ 2024 ജൂലൈ മാസം 16-ാം തീയതി ഷിരൂരിൽ വെച്ച് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടുണ്ടായ കാര്യത്തിന് ലോറി ഉടമയുടെ സഹോദരൻ മനാഫ് എന്നയാൾ സോഷ്യൽ മീഡിയ വഴി തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാതിക്കാരിയുടെ കുടുംബ പശ്ചാത്തലവും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചാരണങ്ങൾ നടത്തുകയും അർജുനന്റെ ഫോട്ടോ ഉപയോഗിച്ച് ലോറി ഉടമ മനാഫ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ ആരംഭിച്ച് അതുവഴി കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുകയും അതിനെതിരെ 2/10/2024 തീയതി മാധ്യമങ്ങൾ മുഖേന സത്യാവസ്ഥ പറഞ്ഞ കാര്യത്തിന് മനാഫ് ഒരുക്കി വെച്ച സാഹചര്യം മുതലെടുത്ത് സോഷ്യൽ മീഡിയ പരാതിക്കാരിക്കും കുടുംബത്തിനുമെതിരെ സൈബർ അറ്റാക്ക് നടത്തി സമൂഹത്തിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ വൈരാഗ്യവും വളർത്തുവാൻ ഇടയാക്കി എന്നാണ്. ഇതിന്റെ പേരിലാണ് മനാഫിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. മനാഫാണ് 1-ാം പ്രതി, സോഷ്യൽ മീഡിയ 2-ാം പ്രതിയാണ്. കലാപാഹ്വാനത്തിനെതിരെയൊക്കെയാണ് കേസ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ കൂടെയുള്ളത് അഡ്വക്കേറ്റ് ലാൽകുമാർ ആണ്. ലാൽ, ഇത് എങ്ങനെയാണ് ഈ എഫ്ഐആറിൽ ഇത്രയും കാര്യങ്ങൾ വന്നത്? നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട 1-2 വിഷയങ്ങൾ ഇതിനകത്ത്. ഇവിടെ നോക്കൂ, 191 IPC ആണ് അവരിട്ടിരിക്കുന്നത്. പുതിയ IPCയിലെ 191 ആണ് പ്രൊവിഷൻ ഇട്ടിരിക്കുന്നത്. റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. മനാഫ് പറഞ്ഞതിനകത്ത് ഒരു കാരണവശാലും മനാഫിനെതിരെ ഒരു കാര്യം ഒരു ചാർജ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു FIR ഇടുമ്പോൾ മനാഫ് ഈ നാട്ടിൽ മതസ്പർദ്ധ വളർത്തക്കത്തക്ക രീതിയിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ആ മനുഷ്യൻ വളരെ വൃത്തിയായി നല്ല രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്നാ? സമൂഹത്തിന് ഗുണം ചെയ്യുന്ന, നമ്മൾ ഐക്യപ്പെട്ട് നിൽക്കണമെന്നും നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും എന്നും പറയുന്ന നല്ല അന്തസ്സുള്ള രാഷ്ട്രീയവും കേരളം എന്ന് പറയുന്ന വികാരത്തെ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ്. നമ്മൾ നോക്കൂ, അദ്ദേഹം ആദ്യം ശിരൂർ ചെല്ലുമ്പോൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് വേണ്ടി, ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി ഇത്ര പേര് ആൾക്കാർ വരുന്നത്, ഇയാൾ അവിടെ രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ച ചോദ്യം, അതിന് അയാളുടെ മറുപടി എന്തായിരുന്നു? അയാൾ ഒരു മലയാളിയാണ് അതിനകത്ത് കിടക്കുന്നത്. ആ മലയാളിയാണെന്ന് പറഞ്ഞ വികാരം പറഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് മതസ്പർദ്ധയോ മറ്റ് സ്പർദ്ധ സമൂഹത്തിൽ വളർത്താൻ പറ്റുക? അവിടെ തന്നെ അങ്ങനെ ഒരു ഇന്റൻഷനുള്ള മനുഷ്യനെ അല്ല അയാള്. ഞാനിപ്പോ മനാഫിനെ കണ്ടിട്ടുള്ള ഒരാളല്ല, മനാഫിനെ എനിക്ക് പേഴ്സണലി പരിചയമൊന്നുമില്ല. ഈ അർജുനുമായി ബന്ധപ്പെട്ട വിഷയം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അറിയുന്ന ഒരാളാണ്. നമുക്കെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും, ഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം പറയുമ്പോൾ, ഇന്റൻഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും ക്രിമിനൽ നിയമത്തിൽ നോക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ഒരു ഘട്ടത്തിൽ പോലും മോശമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മലയാളിയാണ്, അദ്ദേഹം മുസ്ലിം ആണെന്നോ ഹിന്ദു ആണെന്നോ നായരാണെന്നോ ഈഴവനാണെന്നോ ഒന്നും അല്ലല്ലോ പറഞ്ഞത്, മലയാളിയാണെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാരണവശാലും മതസ്പർദ്ധ വളർത്തുക, ഒരു റിഫ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം ആ മനുഷ്യനില്ല. അതിപ്പം ഈ ലോകത്ത് ആര് വന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിക്കാൻ പോകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അർജുന്റെ പെങ്ങൾ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതിയുടെ ഇൻഗ്രീഡിയൻസ് നമുക്കറിയില്ല, നമ്മുടെ മുന്നിൽ ആ പരാതിയില്ല. പോലീസ് പറയുന്നു അർജുന്റെ
പെങ്ങള് ഇങ്ങനെ ഒരു പരാതി മനാഫിനെതിരെ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. മനാഫിനെതിരെ ഒരു പരാതി കൊടുത്താൽ പോലീസിന് എഫ്ഐആർ ഇടുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ റിപ്പോർട്ടർ ചാനൽ വെച്ചപ്പം, റിപ്പോർട്ടർ ചാനലിലാണ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിനെ കോട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വിശദീകരണം പോലെ അല്ലെങ്കിൽ ഒരു വാർത്ത പോലെ തന്നെ വരുന്നു, അർജുന്റെ കുടുംബം മനാഫിന്റെ പേര് ഉപയോഗിച്ചിട്ടേയില്ല. പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതി. അപ്പൊ എങ്ങനെ പോലീസ് ഊഹിച്ചാണോ മനാഫിന്റെ പേര്? ഇവിടെ ഒരു വഴിയിൽ ഒരു തല്ല് നടക്കുന്നു, ഒരാൾ വന്ന് ഇവിടെ ഒരു തല്ല് നടക്കുന്നു എന്ന് ഞാൻ പോലീസിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാ ലാൽകുമാർ എന്ന് എഴുതി ചേർക്കാൻ ഇതെന്നാ ഇവർക്ക് എന്നെ ജ്യോതിഷം വല്ലതും അറിയോ? ഒരാൾക്കെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ, അർജുന്റെ പെങ്ങള് കൊടുത്ത പരാതിക്കകത്ത് മനാഫിന്റെ പേരുണ്ട് എങ്കിൽ മനാഫിന്റെ പേര് എഫ്ഐആറിൽ എഴുതണം. എഫ്ഐആർ ഇടുന്നതിന് തെറ്റില്ല എന്നല്ല, എഫ്ഐആർ ഇടണം. ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നാൽ പോലീസ് എഫ്ഐആർ ഇടാൻ ബാധ്യതയുള്ളൂ. ലളിതാകുമാരി കേസിൽ വ്യക്തമായി സുപ്രീം കോടതി പറയുന്ന കാര്യമാണ്, നിങ്ങൾ എഫ്ഐആർ ഇടണം. പക്ഷെ എഫ്ഐആർ വഴികൂടെ പോകുന്ന ആൾക്കാരുടെ പേരിൽ ഇടണമെന്നല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റിസ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് സുപ്രീം കോടതി പറയുന്നത്. ഇവിടെ അഞ്ജു എന്ന് പറയുന്ന ലേഡിയുടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പരാതിക്കകത്ത് അങ്ങനെ ഒരു പരാമർശമേ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ പോലീസ് അവിടെ ഇരുന്ന് രാവിലെ ഈ പറയുന്ന ജ്യോതിഷനെയൊക്കെ പോയി കണ്ട് കവടി നിരത്തി വെച്ചിട്ട് എന്നാ മനാഫിന്റെ പേരെ കിട്ടേക്കാന്ന് വിചാരിച്ചോ? മനാഫിന്റെ പേര് പരാമർശിക്കാത്തടത്തോളം കാലം മനാഫിന്റെ പേര് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ എന്താ ഈ പറയുന്ന സ്പർദ്ധയെ കുറിച്ചൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പോട്ടെ, വേറൊരു ആസ്പെക്ട് ഞാൻ പറയാം. മനാഫിന്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ടെന്നിരിക്കട്ടെ, അഞ്ജു കൊടുത്ത പരാതിക്കകത്ത് മനാഫിന്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ടെന്നിരിക്കട്ടെ, നമുക്ക് അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അഞ്ജു ഇത്രയും കാര്യങ്ങൾ എഴുതി കൊടുത്തായിട്ടല്ലേ നമുക്ക് തോന്നുന്നേ? അങ്ങനെ തോന്നത്തുള്ളൂ. അവിടെയാണ് അവിടുത്തെ പ്രശ്നം. അവിടെ അഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ആവശ്യമുണ്ട്. അവരെടുത്ത കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഞാൻ ആ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് സംസാരിക്കുന്നത്. ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അഞ്ജു അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. അഞ്ജു മനാഫിനെതിരെ പരാതി കൊടുത്തിട്ടില്ല എങ്കിൽ പോലീസിന് എങ്ങനെ അങ്ങനെ ഒരു പരാതി വരും? പോലീസിന് എങ്ങനെ ഈ പറയുന്ന മനാഫിനെതിരെ ഒരു എഫ്ഐആർ ഇടാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്പർദ്ധക്കെതിരെ, സുനിതയ്ക്കെതിരെ കാനഡയിൽ ഇവിടെ എഫ്ഐആർ ഇടുമല്ലോ, അല്ലെ എനിക്കെതിരെ ഇടുമല്ലോ. അങ്ങനെ എഫ്ഐആർ ഇടാനല്ല പോലീസിന്റെ ജോലി. പോലീസ് അങ്ങനെ ഒരു ജോലി ഇല്ല. നമ്മുടെ നാട്ടിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ അവര് മനാഫിന്റെ പേര് ഈ പറയുന്ന സിറ്റുവേഷൻ ഒക്കെ കണ്ടപ്പോൾ അങ്ങ് എഴുതി ചേർത്തായിരിക്കും. അങ്ങനെ എഴുതി ചേർക്കലല്ല പോലീസിന്റെ പണി. ഒന്നാമത്തെ കാര്യം, പുതിയ CRPC പ്രകാരം ഇവർക്ക് ഒരു പ്രിലിമിനറി എൻക്വയറി തന്നെ നടത്താനുള്ള അവകാശമുണ്ട്. ഒരു എഫ്ഐആർ ഇടുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി മുന്നോട്ട് നീങ്ങാനുള്ള അവകാശമുണ്ട്. അത് അവർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. എഫ്ഐആർ ഇട്ടു, എഫ്ഐആർ ഇടുന്നതിന് മുമ്പാണ് പ്രിലിമിനറി എൻക്വയറി നടത്തേണ്ടത്. പോട്ടെ, ഇന്നിപ്പോ പുതിയ വാർത്ത വരുന്നുണ്ട്. ആ ചാനലിൽ തന്നെ ആ വാർത്ത കണ്ടു, അദ്ദേഹത്തിനെ പ്രതിസ്ഥാനത്തു നിന്ന് മാറ്റും. ഈ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് അദ്ദേഹം അനുഭവിച്ച മാനസിക വിഷമത്തിന് ആര് മറുപടി പറയും? അപ്പൊ എഫ്ഐആർ എന്നത് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഒരാളെ പ്രിജുഡൈസ് ചെയ്യത്തില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് വേണേ ഒരു വാദമായി നമുക്ക് മുന്നോട്ട് വെക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ വഴി കൂടെ പോകുന്നവരുടെ എല്ലാം മുന്നിൽ എഫ്ഐആർ ഇടണ്ടേ? ഈ പറയുന്ന നിസ്സഹായരായ മനുഷ്യർക്കെതിരെ ഒരു പോലീസ് കേസ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പേടിക്കും. ആൾക്കാർക്ക് പോലീസിന്റെ ജോലി ആൾക്കാരെ ഭയപ്പെടുത്തുക എന്നുള്ളതല്ല. നമ്മൾ ഇത് കാണേണ്ട മനാഫിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന വിഷയവുമല്ലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വേറൊരാൾക്കെതിരെ ആണെങ്കിലോ, ഒരു മറ്റൊരാൾക്കെതിരെ മനാഫ് ഇച്ചിരിയുടെ സോഷ്യൽ കോഷ്യന്റ് ഉള്ള സമൂഹത്തിൽ ഇടപെടുന്ന ഒരാളാണ്. അപ്പൊ അവിടെ ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത്. കാര്യം വീഴ്ച പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞത്, ഞാൻ അടിയുറച്ചു പറയുന്നു, അഞ്ജുവിന്റെ പരാതിക്കകത്ത് മനാഫിന്റെ പേരില്ല എങ്കിൽ ആ പരാതിയുടെ ഇതിലേക്ക് മനാഫിനെ കൊണ്ടുവരാൻ കഴിയില്ല. ഒരു കാരണവശാലും കൊണ്ടുവരാൻ കഴിയില്ല. അടുത്ത ആസ്പെക്ട് ഞാൻ പറയാം ഇതുമായി ബന്ധപ്പെട്ട്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു മനാഫിന്റെ പേരുണ്ടെന്നിരിക്കട്ടെ. മനാഫിന്റെ പേരുണ്ടെങ്കിലും ഈ കലാപാഹ്വാനമൊക്കെ എവിടുന്നേ വരുന്നേ? ഈ പറഞ്ഞ കലാപവും ആ പറഞ്ഞ റൈറ്റിങ്ങും ആ പ്രൊഫഷൻ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള പ്രൊഫഷനാണിത്. അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചിരിക്കുന്ന മനുഷ്യനല്ല അദ്ദേഹം. പറയാമോ? നോക്കൂ, വകുപ്പുകള് അത് ഞാൻ പറയാം, അതിലേക്ക് തന്നെ വരുന്നത്. നിങ്ങൾക്ക് പരമാവധി പറയാൻ അഞ്ജുവിന്റെ പരാതിയിൽ നിന്ന് എടുത്ത്, അഞ്ജു ഇപ്പം ഒരു പരാതി എഴുതി കൊടുത്തു എന്നിരിക്കട്ടെ. പരാതി എഴുതി കൊടുത്തെങ്കിൽ അവര് പറയുന്ന കംപ്ലൈന്റിന്റെ എസൻസ് ഞാൻ പറഞ്ഞുതരാം. അവര് അപകീർത്തിപ്പെട്ടു എന്നേ അവർ പറയത്തുള്ളൂ, അല്ലേ? ആത്മാർത്ഥമായി സുനിത ആലോചിക്കുക, നമ്മൾ കൊണ്ട് കൊടുക്കുന്ന ഒരു പരാതിയിൽ ഞങ്ങൾക്ക് മാനഹാനി, സൈബർ അറ്റാക്ക് എന്നുള്ള വാക്കായിരിക്കും മിക്കവാറും അവർ ഉപയോഗിക്കുക. അല്ല, ഞാൻ പറയുന്നത് മനാഫ് എന്നുള്ളത് തന്നെ ഇരിക്കട്ടെ.
ഉം. സൈബർ അറ്റാക്ക് തന്നെ ഇരിക്കട്ടെ, അവർക്കുണ്ടായ പ്രശ്നം എന്താ? മാനഹാനിയാണ്. മാനഹാനി. അതിന് നിങ്ങൾക്ക് പ്രൊവിഷൻ IPC വേറെ ഉണ്ട്, ക്രിമിനൽ ഡിഫമേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. ആ ഡിഫമേഷന്റെ പ്രൊവിഷൻ ഇട്ടാൽ മതി. മനസ്സിലായില്ലേ? ആ പ്രൊവിഷൻ ഇടുന്നതിലുള്ള പ്രശ്നം അത് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ കോടതിയിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് കൊണ്ട് കൊടുക്കണം. അപ്പൊ പിന്നെ എളുപ്പമാർഗം എന്നാ? ഇതിനെ കോഗ്നൈസബിൾ ഒഫൻസ് ആക്കണം. എന്ന് വെച്ചാൽ പോലീസിന് കേസ് FIR ഇടാൻ പറ്റുന്ന ഒഫൻസ് ആക്കണം. അതിന് എളുപ്പമുള്ളത് ഈ പറയുന്ന ഈ കുത്തിത്തിരിപ്പൂടെ കയറ്റിയാൽ മതി. ഈ കുത്തിത്തിരിപ്പൂടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോലീസിനെ വളരെ ലൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ വളരെ പെസിമിസ്റ്റിക് ആയി ആ രീതിയിൽ തന്നെ എടുക്കണം. ആ പെസിമിസ്റ്റിക് എന്നുള്ള വാക്കിന് മലയാളം സുനിത പറഞ്ഞാൽ എളുപ്പമായിരിക്കും, എനിക്കത് കിട്ടുന്നില്ല. അതാണ് ഞാൻ ഈ പെസിമിസ്റ്റിക് എന്ന് പറയുന്നത്. എനിക്കൊരു സംശയ ബുദ്ധിയോടുകൂടിയാണ് ഞാൻ പോലീസിനെ കാണുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ആ റൈറ്റ് എന്ന് പറയുന്ന വാക്ക് പോലീസ് കൊണ്ട് ചേർത്തതായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് അതിനകത്ത് ഒരു സംശയവുമില്ല. എന്റെ രാഷ്ട്രീയം, ഞാൻ ഈ സംസ്ഥാനത്ത് പറയുന്ന രാഷ്ട്രീയം, എനിക്ക് അതിനൊരു ഹിൻഡ്രൻസേ അല്ല ഇത് പറയുന്നത്. നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ പറയണ്ടേ. അപ്പൊ അത് വ്യക്തത ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ ഈ പറയുന്ന അഡീഷണൽ കുത്തിത്തിരിപ്പ് 90% പോലീസ് തന്നെ കേസിതാകാനാണ് സാധ്യത. അല്ല എങ്കിൽ കലാപാഹ്വാനം നടത്തി എന്ന് ഈ ലേഡി എഴുതി കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അവർക്കൊരു മാനഹാനി ഉണ്ടായി. മാനഹാനിക്ക് വേറെ പ്രൊവിഷൻ ഇല്ലാതില്ല. അതപ്പോ അവർ പറയേണ്ടത് പോലീസിലേക്ക് ചെല്ലുമ്പം, മാഡം ഞങ്ങൾക്ക് ഈ പരാതിയിൽ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ കോടതിയിൽ ഡയറക്റ്റ് ആയിട്ട് പോകേണ്ടതാണ്. കാര്യം ഇത് ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്, പ്രൈവറ്റ് കംപ്ലൈന്റിലേ നിൽക്കത്തുള്ളൂ, നിങ്ങൾ കോടതിയിൽ ചെന്ന് പരാതിപ്പെടേണ്ടതാണ്. നമ്മൾ സാധാരണ കരുതലേ പത്രപ്രവർത്തകർക്കെതിരെ അപകീർത്തി പ്രചരണം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ DGPക്ക് പരാതി കൊടുത്തു. എന്നിട്ട് കുറെ നാൾ കഴിയുമ്പോൾ പറയും അത് കഴിഞ്ഞ് ഒന്നും ആക്ട് ചെയ്തില്ല. ആക്ട് ചെയ്യാൻ പറ്റത്തില്ല, പോലീസിന് അതിനകത്ത് അധികാരമില്ല. അത് നിങ്ങൾ പ്രൈവറ്റ് കംപ്ലൈന്റ് കോടതി പോകേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സംശയം. ആരാ വക്കീൽ ഇപ്പൊ കേസ് പിടിക്കുകയാണോ എന്ന് സംശയം. അല്ല, അത് അങ്ങനെ വേണം കരുതിക്കോട്ടെ. അത് അല്ല, നമ്മൾ കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മൾ സാധാരണഗതിയിൽ വിമർശനം വരുന്നതാണ് പോലീസ് ആക്ട് ചെയ്തില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉണ്ടാകുന്ന പരാതിയിലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ നടപടി ഉണ്ടാവുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കാരണം പറ്റത്തില്ല. ഇതാണ് അതിന് ഞാൻ IT ആക്ടില് 66F എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. 66F. ആ 66Fന്റെ പ്രൊവിഷൻ എന്താ? 66A അല്ലേ? F അല്ല, A. 66F ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് 66A ആണ്. 66A ശ്രേയാ സങ്കാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ റോഹിൻടൺ നരിമാനും ജസ്റ്റിസ് ചെലമേശ്വരും ചേർത്ത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് സൈബറിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, മോശമായ ഒരു പദപ്രയോഗം, ഇങ്ങനെയുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ അതിന് കേസ് സൈബറിൽ നിൽക്കുന്നില്ല. സൈബർ ഡിഫർമേഷൻ എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ IPCയിലെ 499 ആണ് ഇട്ടുകൊണ്ടിരുന്നത്. ഈ പ്രൊവിഷൻ പോയി, ഈ 66A പോയി. കാര്യം അത് വരാൻ കാരണം നമ്മുടെ ബാൽ താക്കറെയുമായി ബന്ധപ്പെട്ട അവിടെ ഒരു വിഷയം ഉണ്ടാവുകയും ബാൽ താക്കറയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ ഒരു കമന്റ് ചെയ്യുകയും അവരെ വളരെ മോശമായി ആ പറയുന്ന സർക്കാർ ട്രീറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ആ കേസിന്റെ ആധാരം അതാണ്. അതിപ്പോ ഇല്ല. അതിനെ കവർ ചെയ്യാൻ കേരളത്തിൽ പോലീസ് ആക്ടിൽ ഒരു വകുപ്പ് കൊണ്ടുവന്നു. അങ്ങനെ ഒരു വകുപ്പ് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഈ പറയുന്ന ആൾക്കാർക്ക് ചീത്ത വിളിക്കുന്നതൊക്കെ അങ്ങനെ അങ്ങ് അനുവദിക്കാൻ പറ്റാത്തതായതുകൊണ്ട് അങ്ങനെ ഒരു വകുപ്പ് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ വാദിച്ചിട്ടുമുണ്ട്. അതിനുള്ള മോശമായ ആൾക്കാർ എന്നെ അറ്റാക്കിങ് ചെയ്തിട്ടുണ്ട്. കാര്യം 66A നള്ളിഫൈ ചെയ്ത അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതി വിധിയെ ബൈപ്പാസ് ചെയ്തല്ലേ പോലീസ് ആക്ടിൽ ഒരു വകുപ്പ് കൊണ്ടിരുന്നെന്ന് പറഞ്ഞിരുന്നു. അത് ശരിയുമാണ്. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ 499 IPC ഈ പറയുന്ന കാര്യത്തിനെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ഒന്നുമല്ല, ഒരു പരാമർശമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഭാഗം കുത്തിത്തിരിപ്പുണ്ടാക്കി കയറ്റിയതാണ് വിചാരിക്കുന്നത്. അത് പോലീസിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനെ ഐ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. പക്ഷെ അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കോൺസിക്വൻസ് വളരെ മോശമാണ്. അത് പോലീസ് ഉന്നത തലത്തിൽ അതിനകത്ത് ഇടപെട്ട് ഈ പറയുന്ന ആൾക്കാരെ എടുക്കുന്ന, നിങ്ങൾക്ക് അതിനകത്ത് ഇല്ലാത്ത, ആ പരാതിക്കകത്ത് ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾ കേസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പരാതിക്കാരിക്ക് എന്താണോ എന്താണോ അവർക്ക് കിട്ടേണ്ട റിലീഫ് എന്ന് പറയുന്നത് അവർക്ക് പ്രപ്പോർഷണൽ റിലീഫാണ് കിട്ടേണ്ടത്. അല്ലാതെ ഈ പറയുന്ന മനാഫ് വന്ന അവിടെ ഉള്ളവരെല്ലാം കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുക, അങ്ങനൊന്നും അല്ലല്ലോ. നമ്മുടെ ഉദ്ദേശം അതല്ലല്ലോ. അപ്പം അഞ്ജുവിന്റെ പരാതിക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് കേസെടുക്കുന്നത്. അഞ്ജുവിന്റെ പരാതി ഞാൻ പറഞ്ഞല്ലോ കണ്ടിട്ടില്ല. ആ പരാതി വരുമ്പം പുറത്തു വരുമ്പോഴാണ് ഇച്ചിരിയുടെ വ്യക്തത ഉണ്ടാകുക. പക്ഷെ ഞാൻ ഊഹിക്കുന്നു ഈ പറയുന്നതിലേക്കൊന്നും അവർ വിരൽ ചൂണ്ടുന്നില്ല എന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്.
ഉം. അങ്ങനൊരു സാധ്യതയേ ഇല്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു ചാൻസ് ഞാൻ പറയാം. അപ്പൊ അഞ്ജു എഴുതി കൊടുക്കുകയാണ്, ഈ മനാഫ് ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങി, അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്ക് പ്രശ്നമുണ്ടായി, അവിടെ ആളുകൾ രണ്ട് ചേരിയായി തിരിഞ്ഞു, ഒരു വർഗീയ കലാപത്തിനുള്ള സാധ്യത എവിടെയുണ്ട്, റയറ്റൊക്കെ ഉണ്ടാകും എന്ന രീതിയിലേക്ക് പരാതിപ്പെട്ടു എന്ന് കരുതുക. കാരണം ഇപ്പൊ ഇത്ര 72 ദിവസങ്ങളിൽ നമ്മൾ കണ്ട ചില യൂട്യൂബർമാരൊക്കെ ചെയ്ത വീഡിയോയിൽ മനാഫിനെ വളരെ നീചമായി ആക്ഷേപിക്കുന്ന വീഡിയോകൾ ഉണ്ടായിരുന്നു. മനാഫിന്റെ മതം പറയുന്നത്, അത്തരത്തിലുള്ള മനാഫ് എന്തിനു വേണ്ടി ഇതിൽ ഇടപെടുന്നു എന്ന് പറയുന്നത്, കള്ളത്തടി കടത്തി എന്തൊക്കെയാ, മനാഫിനെ കുറിച്ച് കുറെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ പോയിന്ന് തോന്നുന്നു. അപ്പൊ അത്തരത്തിൽ അഞ്ജു അങ്ങനെ ഒരു പരാതിയാണ് കൊടുത്തതെന്ന് ഓർക്കുക. അപ്പൊ ഒരു പരാതി അങ്ങ് കിട്ടിയ ഉടനെ പോലീസ് ഓക്കെ എന്നാൽ ഇത് FIR എഴുതി ചേർക്കാന്ന് ഓർത്ത് ഇങ്ങനെ FIR ഇടുവോ? അല്ല, അതിനകത്തൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. കാര്യം FIR ഇപ്പോഴത്തെ പുതിയ CRPC അനുസരിച്ച് ഒരു പ്രിലിമിനറി എൻക്വയറി പോലീസിന് നടത്താം. ഭാരതീയ ന്യായ സംഹിത BNS. അല്ല, ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് IPCയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം. പുതിയെന്ന് പറഞ്ഞാൽ ഇത് എഴുതി വായിക്കേണ്ട സ്ഥിതിയാണ്. നരേന്ദ്രമോദിയുടെ ഒരു ഏറ്റവും വലിയൊരു ഗുണമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അത് എന്റെ കുറ്റമല്ല കേട്ടോ. ഞാൻ പുതിയ CRPC ന്നും പുതിയ IPC ന്നും പുതിയ എവിഡൻസ് എന്നാണ് പറയുന്നത്. ഇത് വായിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി അതിനകത്തൊരു രാഷ്ട്രീയം ഞാൻ ഇപ്പൊ കൊണ്ടുവരുന്നില്ല. കാരണം അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ട്. അത് ഏതൊരു വക്കീലിനോട് ചോദിച്ചാൽ ഇത് ഒറ്റയടിക്ക് പറയുന്നില്ല, എഴുതി തന്നെ വായിക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ട്. അത് എന്റെ കുറ്റമായിട്ട്, അത് എന്റെ നിയമപരിജ്ഞാനത്തിന് കുറവാണെങ്കിൽ അത് ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിത് വായിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി വായിച്ചു. അപ്പം പുതിയതിനകത്ത് പ്രിലിമിനറി എൻക്വയറി നടത്തുന്നതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നു. പ്രിലിമിനറി എൻക്വയറി നടത്തി ഈ കാര്യത്തിൽ തീരുമാനം എത്തിയാൽ മതി. അതൊന്നും അല്ലെന്ന് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ പറഞ്ഞല്ലേ, ഒരു പ്രൊവിഷനൊന്നും അല്ല പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊവിഷൻ അനുസരിച്ചല്ലാണോ ഇവിടുത്തെ പോലീസ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് ഈ പറയുന്ന IPCയിലെ പ്രൊവിഷൻ, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന എല്ലാം ഇതേ രീതിയിൽ ചട്ടപ്രകാരം നടത്തി. അങ്ങനെയാണ് ഏത് ചട്ടപ്രകാരമാണ് ഒരു പയ്യനെ കൊണ്ടുപോയി പോലീസ് ഇടിച്ചു പോരുന്നത്? അതിന്റെ ചട്ടം ഏതാ? ഈ കാര്യം പറയുമ്പോൾ ഇവർ പറഞ്ഞ ഈ ചട്ടപ്രകാരമാണ് നിങ്ങൾ ചെയ്തത്. ശരി, അപ്പൊ ഏത് ചട്ടപ്രകാരമാണ് നിങ്ങൾ ഒരാളെ തല്ലിക്കൊന്നേ, ഒരാളെ ഉരുട്ടിക്കൊന്നേ? ആ ചട്ടം കൂടെ പറയണ്ടേ? അപ്പൊ നമ്മളതാ പറഞ്ഞത്, നമ്മൾ കാരണം കണ്ടുപിടിച്ച് പറയുകയല്ല വേണ്ടത്. ഇവിടെ അതാ പറഞ്ഞത്, നമുക്ക് വ്യക്തത വരേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ അവർക്ക് FIR ആക്കി, അഞ്ജുവിന്റെ പരാതിയിൽ മനാഫിന്റെ പേരുണ്ടോ ഇല്ലേ? അഞ്ജുവിന്റെ പരാതിയിൽ മനാഫിന്റെ പേരില്ലെങ്കിൽ പോലീസ് എങ്ങനെ ഒരു FIR ഇട്ടു? അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. അതല്ലാതെ അവർ കൊടുത്ത പരാതിക്കകത്ത് ഈ പറയുന്ന ആഹ്വാനങ്ങളുണ്ട് എങ്കിൽ FIR ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം FIR ഇട്ടാൽ FIR ഒരാളെ ശിക്ഷിക്കുന്ന ഒരു പോയിന്റ് അല്ല. കാര്യം അതുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൽ ചാർജ് ഷീറ്റ് ഉണ്ടാകണം, അത് എവിഡൻസ് റിക്കവർ ചെയ്യണം. ചാർജ് ഷീറ്റ് ഉണ്ടായി കഴിഞ്ഞ് പോലീസ് കോടതിയിൽ ഇത് കൊണ്ടുപോകുമ്പോൾ ഇതൊന്നും ഇല്ലാത്തതാണെങ്കിൽ എടുത്ത് തോട്ടിക്കളയുകയും ചെയ്യും. അപ്പം ആ കാര്യത്തിൽ പേടിക്കണ്ട. മനാഫിനെ ശിക്ഷിക്കുമോന്നോ ഒന്നും വേണ്ട. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് ഈ സമൂഹത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ആ ഭാഗമൊക്കെ വിട്ടേക്കുക. ഞാൻ ആ പോലീസിന്റെ ആക്ഷനെ കുറിച്ച് മാത്രമാണ്, പോലീസിന്റെ എക്സസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇല്ലാത്തൊരു സാധനം ഇതിനകത്ത് ഉണ്ടാക്കി കയറ്റി ഒരാളെ ശിക്ഷിക്കുക. പ്രൊപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിളിനെ തടയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിൽ ചെയ്തിട്ടില്ലാത്ത കാര്യത്തിനെ കുറിച്ച് നമ്മൾ എന്തിനാ ഇതിനെ എഴുതി ചേർക്കുന്നത്? അത് ഇപ്പൊ പറഞ്ഞല്ലേ, എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരെന്തോ എവിഡൻസ് ഇതിനെതിരെ ഉണ്ടാക്കും. ഈ പോലീസ് സത്യം പറഞ്ഞ് ഇങ്ങനെ പോലീസ് ചെയ്യുന്നതുകൊണ്ട് ആർക്കാണ് ഇത് ദോഷം ഉണ്ടാകുന്നത്? ഈ സർക്കാരിനാണ് ദോഷം ഉണ്ടാകുന്നത്. മനാഫിനെതിരെ ഇന്നലെ കേസ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മോശം പരിപാടിയാണ് കാണിച്ചതെന്നല്ലേ ഇവിടുത്തെ നല്ല ശതമാനം ആൾക്കാർ പറയത്തുള്ളൂ. അത് ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഈ ലോകത്തുള്ള എല്ലാ പക്ഷക്കാരും അത് ശരിയായില്ല എന്നേ പറയത്തു. അതാണ് അതിന്റെ പ്രിലിമിനറി ഇംപ്രഷൻ. ആ പ്രിലിമിനറി ഇംപ്രഷൻ കളയുക, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പോലീസ് പല കാര്യത്തിലും ഇടപെടുന്നുണ്ട്. 108 പേരെ മുഖ്യമന്ത്രി പുറത്താക്കിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് ഞാൻ കണക്കാക്കുന്നത്. ഇനിയിപ്പോ കേരള പോലീസ് ഭയങ്കര അടിപൊളിയാണ്, എന്ത് പരാതി കിട്ടിയാലും ഉടനെ നടപടി എടുക്കുന്നവരാണെന്ന് നമുക്ക് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമുക്കറിയാവുന്ന ഒരുപാട് യൂട്യൂബർമാര് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സംഘപരിവാർ പക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ ഇതുപോലത്തെ പല ആഹ്വാനങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. പലതരത്തിലുള്ള നീചമായ പ്രവൃത്തികൾ നടത്തുന്നുണ്ട്. ചിലരൊക്കെ പരാതിപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനെതിരെയൊക്കെ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു FIR ഇട്ട് കണ്ടിട്ടില്ലല്ലോ കലാപാഹ്വാനത്തിന്. അപ്പൊ എന്താ മനാഫ് അവരും തമ്മിലുള്ള വ്യത്യാസം? അതാ പറഞ്ഞ പോലീസിനകത്ത് പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രശ്നമുണ്ട്. VS അച്യുതാനന്ദൻ പറയുന്ന രീതിയിലാണ് പ്രശ്നമുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു സംശയമില്ല. ഞാൻ എന്റെ ചർച്ചകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഈ സംസ്ഥാനത്ത് സംസാരിച്ചിരിക്കുന്ന രാഷ്ട്രീയത്തിനകത്ത് പോലീസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സുനിത. പോലീസ് ചെയ്ത നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് നമ്മൾ പറയണം. അത് എന്താണ് ഈ പ്രശ്നം? എന്താ ലാൽകുമാറിന്റെ ഒരു മനസ്സിലാക്കൽ? എന്താണ് ഈ പ്രശ്നം പോലീസിന്റെ ഇയാൾക്കെതിരെ FIR ഇടുന്നത്? കാരണം എന്താ? ഞാൻ ആദ്യം പറഞ്ഞത് പോലീസിന്റെ ഒരു കൾച്ചറാണ് ബേസിക്കലി.
ഇത് പോലീസിന്റെ ഒരു കൾച്ചറാണ്. ഇതിന്റെ രാഷ്ട്രീയം മാത്രമൊന്നുമല്ല. കാര്യം ഡീഫമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസിന്റെ അവിടുത്തെ സ്കോപ്പ് പോയി. പിന്നെന്താ ഈ പരാതി അവിടെ നിർത്താനുള്ള മാർഗം എന്താ? കോടതി പോകണം, ഇവിടെ തന്നെ നിർത്താനുള്ള മാർഗം ഉള്ള സാധനം കുത്തിത്തിരിപ്പുണ്ടാക്കി കയറ്റുക. ഇത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവര് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇത്രയും വാർത്തയിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയത്തിൽ മനാഫിനെ പോലെ ഒരാൾക്കെതിരെ ഇത്തരത്തിലൊരു FIR ഇടുമ്പോൾ അത് ഭയങ്കര ക്ഷീണമാണെന്നുള്ള എന്തുകൊണ്ട് പോലീസ് മനസ്സിലാക്കുന്നില്ല? അത് പോലീസിന് അറിയേണ്ട കാര്യമില്ലല്ലോ. പോലീസിന് അത് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇടതുപക്ഷ മുന്നണിക്കല്ലേ അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളൂ. ഇപ്പൊ അതാണല്ലോ അടുത്ത പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഇതിൽ തന്നെ ഞാൻ സംസാരിക്കുന്നത്. രൂക്ഷത എനിക്കുണ്ടാക്കാറുണ്ട്. അതിനകത്ത് ബേസിക്കലി കുറ്റം പറയുക ആരെയായിരിക്കും? പിണറായിയുടെ പോലീസ്. സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടാവും. അല്ല, അറിയണല്ലോ. ആഭ്യന്തരമന്ത്രി ആകുമ്പോ അറിയണല്ലോ. അറിയേണ്ട ജോലിയുണ്ട്. അതാ പറഞ്ഞ അതിൽ നിന്ന് ഞാൻ ഒഴിവാക്കി വിടുന്നില്ല പിണറായി വിജയൻ. അത് അറിഞ്ഞു കാണുമോ എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ കൃത്യമായ പോലീസിലേക്കുള്ള ഡയറക്ഷന്റെ ആവശ്യമുണ്ട്. പോലീസിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിനകത്ത് ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട് എന്നാണ്. അതിന് വേറൊരു ഉത്തരവില്ല. അതിനകത്ത് അതാ പറഞ്ഞ ഞാൻ CPM അനുഭാവിയാണ്, കോൺഗ്രസ് അനുഭാവി. ഇതൊന്നും ഇവിടെ വാദമല്ല. അവരെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ടോ? നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇത് കൂടുതൽ വ്യക്തതയില്ലല്ലോ. ഉണ്ട്. ആ വകുപ്പുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? മനാഫിനെതിരെ ചുമത്തിയിട്ടുള്ള എന്തൊക്കെയാന്നുള്ളത്. അത് രൂക്ഷമായിട്ടാണ് ഇരിക്കുന്നത്. റൈറ്റിംഗ് ആണ്. വെച്ചാൽ ഈ പറയുന്ന കലാപാഹ്വാനത്തിനുള്ള സ്കോപ്പ് പഴയ 153A ഒക്കെ വരുന്ന രീതിയിലുള്ള വകുപ്പുകളാണ്. വെച്ചാൽ അദ്ദേഹത്തിന് അങ്ങനെ ഇന്റൻഷൻ ഇല്ല. നോക്കൂ, ഒരു ക്രിമിനൽ ഒഫൻസിന്, ഒരു ക്രിമിനൽ കേസിന്റെ അല്ല എന്ന് വെച്ചാല് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മാറാട് കലാപമൊക്കെ പോലത്തെ സംഗതിയോ എന്താ ഒരു എക്സാമ്പിൾ പറയാമോ? ഇതെടുക്കാവുന്ന ഒരു വകുപ്പ്, ഇത്തരം ഒരു ചുമത്താവുന്ന എങ്ങനെ അതിനെ പറയാ? ഇപ്പം ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാറാട് കലാപം എന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടായി കഴിഞ്ഞു. അതൊരു വലിയ സ്കെയിലിൽ വന്നു. മതസ്പർദ്ധ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തീരുന്ന വർത്താനം പറയുക, ഇതൊക്കെ ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുണ്ടാകുന്ന റിപ്പിൾ ഇഫക്റ്റുകളാണ്. ആ റിപ്പിൾ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇദ്ദേഹം ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. കേരളം എന്ന് പറഞ്ഞ മനുഷ്യന് അങ്ങനെ ഇന്റൻഷൻ ഇല്ല. നോക്കൂ, ഒരു ക്രിമിനൽ ഒഫൻസിന് നമ്മൾ മെൻസ്രിയ എന്നാണ് പറയുക. അദ്ദേഹത്തിന് ഇന്റൻഷൻ വേണം. ഏതൊരു കേസിനും ഒരു അക്യൂസിന് മണ്ടയ്ക്ക് വെക്കുമ്പം നമ്മൾ പറയത്തില്ലേ മെൻസ്രിയ ഉണ്ടാവണം. അയാൾക്ക് നടത്താനുള്ള ഇന്റൻഷൻ ഉണ്ടാവണം. ഇന്റൻഷൻ പ്രൂവ് ചെയ്യേണ്ടത് ആരാ? പ്രോസിക്യൂഷനാ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അതിനുള്ള എവിഡൻസ് കാണിച്ച് കൊണ്ടുപോകണം. അതുകൊണ്ട് നമ്മൾ ചില സമയത്ത് നമ്മൾ പറയുമല്ലോ, പോലീസ് എഴുതി ചേർക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് വേറൊരു ഉദാഹരണമായിട്ട് പറയാം. ഭാര്യയെ തല്ലിക്കൊല്ലുന്നത് ഭർത്താവ് കണ്ടു. അപ്പൊ ഭർത്താവ് ആക്രോശിച്ചുകൊണ്ട് FIR എഴുതാണ്, ആക്രോശിച്ചുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുമടി എന്ന് പറഞ്ഞ് വടിയെടുത്ത് അവരുടെ തലയിലേക്ക് വീണ്ടും 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 അടിച്ചു എന്ന് നമ്മൾ പറയും. അതെന്താ കാര്യം? അത് പറയുന്ന ആ സെന്റൻസിന് അതിൽ നിന്ന് വ്യക്തമാകുന്നു ഇയാൾക്ക് ഇവരെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം. ആ ഉദ്ദേശം പ്രൂവ് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ആക്രോശിച്ചുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുമടി, അല്ലെങ്കിൽ പറയും കത്തിയെടുത്ത് വീണ്ടും വീണ്ടും കുത്തി. എന്താ വീണ്ടും വീണ്ടും കുത്തുമ്പം അതൊരു അബദ്ധമല്ല. അപ്പൊ കൊല്ലണം എന്നുള്ള ഉദ്ദേശം പ്രൂവ് ചെയ്യാനായിട്ടാണ്. ആ ഉദ്ദേശം എപ്പോഴും ക്രിമിനൽ ഒഫൻസിനകത്ത് വളരെ പരമപ്രാധാന്യമായ കാര്യമാണ്. ഇത് ചുമ്മാ പോലീസ് എഴുതി ചേർത്ത ഉടനെ ഉദ്ദേശം പ്രൂവ് ആകത്തില്ല. അതെങ്ങനെ പ്രൂവ് ആവുക? അതിന് കൗണ്ടർ ചെയ്യാനുള്ള 1000 കാര്യങ്ങൾ കിടക്കുക. അദ്ദേഹം പറഞ്ഞ ഏതേലും ഒരു കാര്യം നാട്ടിൽ ആരേലും ഇരുന്ന് ഒരാൾ പറഞ്ഞാൽ അത് എനിക്ക് ബാധകമാകത്തില്ല. സുനിത ഇവിടെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യുക, സുനിത ഏതെങ്കിലും ഒരു രാജ്യത്തിരുന്ന് ഒരു വീഡിയോ ചെയ്യുക, അതിനകത്ത് മതസ്പർദ്ധ ഉണ്ടാകുന്ന ഒരു കാര്യം പറയുക, ഒരു ഉദാഹരണമാണ്. അതെങ്ങനെ എന്റെ കാര്യം എനിക്കതിന് ഞാൻ പ്രിജുഡൈസ്ഡ് ആവും? എനിക്കെതിരെ എങ്ങനെ അതൊരു പ്രശ്നമാകും? മനാഫ് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ മനാഫിനെതിരെ ഇടാൻ പറ്റൂ, അദ്ദേഹത്തിന് ഇന്റൻഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റൂ. മനാഫ് പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഇയാൾ മുസ്ലിം ആണെന്നും അല്ലെങ്കിൽ അപ്പുറത്തേക്കുന്ന ഹിന്ദു ആണെന്നും ഇവിടെ BJPയും മറ്റേതും തമ്മിലുള്ള പ്രശ്നമാണെന്നും ഇത് കള്ളക്കടത്താണെന്നും ഈ ലോകത്തിൽ പറഞ്ഞത് മനാഫല്ലല്ലോ. ഇവിടെ തലയില്ലാത്ത കുറെ മനുഷ്യരല്ലേ ഈ ഐഡന്റിറ്റി ഇല്ലാതെ വാട്സപ്പിലും ഫേസ്ബുക്കും വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ബേളം ഉണ്ടാക്കി. ഈ പറഞ്ഞതിനൊക്കെ ഞാൻ അങ്ങനെ ഉത്തരവാദിയാവും? ഞാൻ പറഞ്ഞതിനെ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. ഞാൻ പറയാത്ത കാര്യം എനിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു സംഭാഷണം അദ്ദേഹത്തിന് ഉണ്ടായ ശേഷം, ഇപ്പൊ ഉദാഹരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത് ഇങ്ങനാണ്, മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് പറയാന്നിരിക്കട്ടെ, അതിന്റെ ഭാഗമായി ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനകത്ത് ലീഗൽ ലയബിലിറ്റി ഉണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെലാണ് തുടക്കം. ഈ പറഞ്ഞ രണ്ടാമത് നടന്ന കാര്യങ്ങളൊക്കെ നടത്താനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്
ആദ്യത്തേത് പറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ആ ഇന്റൻഷൻ. അങ്ങനൊരു കാര്യം ഇല്ല, അതിനകത്ത് ഇല്ല, അത്രേ ഉള്ളൂ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഈ FIR ഇടുന്നതിന്റെ തലേ ദിവസം മനാഫ് മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ചുകൂട്ടി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഇവരെ സൈബർ അറ്റാക്ക് ചെയ്യണത് നിർത്തണം എന്നാണ്. അത് അതെ അതെ. പറഞ്ഞ് ആഹ്വാനം ചെയ്തതിന് ശേഷമാണ് ഈ കേസെടുത്തത്. പിന്നെ ഒരു സംശയം കൂടെ, ഇപ്പൊ 1-ാം പ്രതി മനാഫ്, 2-ാം പ്രതി സോഷ്യൽ മീഡിയ പീപ്പിൾ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ആ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ അഖിൽ മാരാറുടെ ഒരു കേസിലും കേട്ടു. അഖിൽ മാരാറ് ശോഭ എന്ന് പറയുന്ന ഒരു സഹ മത്സരാർത്ഥിയെ കുറിച്ച്, ബിഗ് ബോസിലെ മത്സരാർത്ഥിയെ കുറിച്ച് എന്തോ എഴുതുകയോ അതോ പറയാതിരിക്കുകയോ എന്തോ ചെയ്തു. പക്ഷെ അഖിലിന്റെ വീഡിയോയുടെ താഴെ മുഴുവൻ ആളുകളും വന്ന് ശോഭേനെ ഭയങ്കര ചീത്തയായി ഭാഷയിൽ കുറ്റം പറഞ്ഞു. അപ്പൊ ശോഭ പരാതി കൊടുത്തപ്പം അഖിലിനെയാണ് പോലീസ് പ്രതി ചേർത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പോലീസ് അഖിലിനോട് പറഞ്ഞത്, നിങ്ങൾ വീഡിയോ ഇടുകയോ കണ്ടന്റ് ഇടുകയോ ചെയ്താൽ പോരാ, താഴെ വരുന്ന എല്ലാ കമന്റുകൾക്കും നിങ്ങൾ റെസ്പോൺസിബിൾ ആണെന്ന്. അതെങ്ങനെയാണ് അപ്പോ ആ ഒരു സാഹചര്യം? എങ്ങനെ മനസ്സിലായില്ല? ഈ ഒന്നുകൂടെ മനാഫ്, പറഞ്ഞേ. ഇപ്പൊ മനാഫിന്റെ വീഡിയോന്റെ താഴെ ആരെങ്കിലും കമന്റ് ഇട്ടാലും മനാഫാണ് ഉത്തരവാദി എന്നുള്ള പോലെ അഖിലിന്റെ വീഡിയോയുടെ അത് താഴെ ആളുകൾ കമന്റ് അതാണ് ഇട്ടാൽ അത് അഖിലാണ് ഞാൻ പറഞ്ഞതൊരു കാര്യമാണ്. അത് ആ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കോൺസിക്വൻസ് ഉണ്ട്. അദ്ദേഹം മോശം പറഞ്ഞു എന്നിരിക്കട്ടെ, ആ മോശം. ഒരു വീഡിയോ ആ ആണ് അതാ മനാഫ് ഇട്ടത്, അതിന്റെ താഴെ ആളുകൾ ഇത്തരത്തിൽ കമന്റ് ഇട്ടാൽ ഓക്കെ, മനസ്സിലായി. അദ്ദേഹം അങ്ങനെ പറയുന്നതെങ്കിൽ, ഒരു ഉം, മോശം ഉം, പദപ്രയോഗം അദ്ദേഹം നടത്തുന്നതെങ്കിൽ അതിനകത്ത് സ്പർദ്ധ വളർത്തലാണ് താഴത്തെ, സ്പർദ്ധ വളർത്തലിന്റെ റിഫ്ലക്ഷൻ ആണ് താഴെ കിടക്കുന്നത്, മനസ്സിലായി. അല്ലേ? ഉം, ഉം. അദ്ദേഹം ഗാന്ധിജിയെ കുറിച്ച് വർത്താനം പറഞ്ഞാൽ ഈ ഗാന്ധിജി ഒരു നല്ല മനുഷ്യനായിരുന്നു, ഗാന്ധിജി ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന മനുഷ്യനാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുക. താഴെ വന്ന് ഗാന്ധിജിയെ കുറിച്ച് 10 തെറി പറഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ ബാധകമാകുന്നേ? താഴെ വരുന്ന കമന്റ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ, അദ്ദേഹം ഒരു നെഗറ്റീവ് പറഞ്ഞു, അദ്ദേഹം ഒരു ഒഫൻസ് നടത്തിയതിന്റെ ഫലമായി ഉണ്ടാകുന്നതാണെങ്കിൽ കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ ഇവിടുന്ന് ഈ പറഞ്ഞ സന്യാസിമാർ എത്രയോ പേരിരുന്ന് യൂട്യൂബ് ചാനൽ കൂടെ പറയുന്നു, അതിന് താഴെ വന്നിരുന്ന ആൾക്കാർ ചീത്ത വിളിക്കുക. അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ലീഗൽ കോൺസിക്വൻസ് ഉണ്ടോ? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ടാ വരുന്നതെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് മറ്റാൾക്കാരെ പറയുക, അവർ പിന്നെ അതിന് കേസിന് പോവുക, ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്ത് നിൽക്കാം. അതിനകത്തൊരു അതാ പറഞ്ഞ സ്പർദ്ധ വളർത്തുക എന്ന് പറഞ്ഞ സ്പർദ്ധ അദ്ദേഹത്തിൽ മാത്രം നിൽക്കുന്നതല്ലല്ലോ, ആണോ? അത് സൊസൈറ്റിയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ അത് ആ സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രശ്നമായി. അതാ അതിന്റെ ഒഫൻസിന്റെ ഇൻഗ്രീഡിയന്റ് അതാണ്. അത് സ്പർദ്ധ വളർത്തുന്നു എന്ന് പറയുന്നതിന്റെ പ്രൂഫാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ കമന്റുകളെല്ലാം. അത് ഇദ്ദേഹത്തിന്റെ ഭാഗമായി വന്നു വരും. അതാ പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു നല്ല കാര്യമാണെങ്കിൽ അതെങ്ങനെയാന്ന് അത് ആ നല്ല കാര്യത്തിനെ നിങ്ങൾ ഇന്ന് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കത്തൊന്നുമില്ല, ചുമ്മാ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കേരള പോലീസിനെ ഒന്ന് ഉപദേശിച്ചിട്ട് നമുക്ക് നിർത്താം. എന്താ പറയാനുള്ളത്? നമ്മൾ സാധാരണഗതിയില് പോലീസിനെ ഞാൻ എപ്പോഴും ഒരു പെസിമിസ്റ്റിക് ഐയോടുകൂടി കാണുന്ന ഒരാളാണ്. പൊതുസമൂഹത്തിലുള്ള ആൾക്കാര് പോലീസ് പറയുന്നത് സത്യം എന്ന് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് ഏത് രാഷ്ട്രീയം തന്നെ ആകട്ടെ, ഞാൻ കോൺഗ്രസോ BJPയോ ഏത് രാഷ്ട്രീയക്കാരൻ തന്നെ ആകട്ടെ, പോലീസ് പറയുന്നത് എപ്പോഴും അവർ പൊതിഞ്ഞു വെച്ചായിരിക്കും പറയുക. കേസിന്റെ യഥാർത്ഥത്തിലുള്ള ഇൻഗ്രീഡിയൻസിനകത്ത് അവർ കള്ളം ചേർത്ത് ആ കേസ് നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. കാര്യം അവർക്ക് ഒരു പ്രതിയെ എങ്ങനെ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് പോലീസ് പലപ്പോഴും നോക്കുക. നമ്മുടെ കൊളോണിയൽ ചരിത്രം തന്നെ പോലീസിന്റേതാണ്. ഇപ്പൊ ഒരു ആള് ഭരിക്കുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്നു, കോൺഗ്രസ് ഭരിക്കുന്നു, സെക്യുലർ പാരമ്പര്യമുണ്ട്, പോലീസിനെ ഡെമോക്രാറ്റൈസേഷൻ നടത്താനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് കൊണ്ടൊന്നും പോലീസിന്റെ ഒരു കാരണവശാലും ഈ ട്രേസസ് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇടതുപക്ഷക്കാരനാണ്, ഞാൻ ആ രാഷ്ട്രീയം സംസ്ഥാനത്ത് പറയുന്ന ആളാണ്. അപ്പോഴും നമുക്ക് കാണാം, നമ്മൾ തന്നെ എതിർക്കുന്ന ആളുണ്ട് കസ്റ്റഡി മരണം. പോലീസ് കൊണ്ടുപോയി കസ്റ്റഡിയിൽ ആൾക്കാരെ കൊണ്ടുപോയി ഇടിച്ചു കൊല്ലുന്നു. ഇതൊരു ഇടതുപക്ഷക്കാരന് അംഗീകരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് അംഗീകരിക്കാൻ പറ്റുമോ? ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിന് ഇങ്ങനെ ഒരു ട്രേസ് ഉണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയത്തെ മാറ്റിവെച്ച് തന്നെ ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മളൊരു നല്ല ജനാധിപത്യ വിശ്വാസിയാവൂന്ന് ഞാൻ കരുതുന്നു. അത് നമ്മൾ പുലർത്തേണ്ട ഒരു പാരമ്പര്യമാണ്. അത് നമ്മൾ തുടർന്നു കൊണ്ടൊരു ട്രഡീഷനാണ്. കേരള പോലീസ് നന്നായില്ല എങ്കിൽ പോലീസുകാര് വളരെ കുഴപ്പത്തിലാവും, ഒരു സംശയവും വേണ്ട. കാര്യം സിസ്റ്റമിക് റിഫോം എന്ന് പറയുന്നത്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്റേണൽ ആണ്, എക്സ്റ്റേണലുമാണ്. കാര്യം ഒരു സർക്കാർ, ഞാനിപ്പം ഈ പോലീസ് കോടിയേരി ബാലകൃഷ്ണന്റെ വന്ന കാലം തൊട്ട്, അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി വന്ന കാലം തൊട്ട് യഥാർത്ഥത്തിൽ നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട് പോലീസിൽ. അതിനകത്ത് ഞാൻ രാഷ്ട്രീയത്തിലൊന്നും കണ്ടല്ല ഞാൻ പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രിയായിട്ടിരുന്നപ്പോഴും അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും കുറെ ഒഫൻസുകളൊക്കെ ഉണ്ടെങ്കിലും പോലീസിൽ പ്രൊഫഷണലിസം വർദ്ധിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സ്പീഡ് പെട്ടെന്നാക്കി ആൾക്കാർക്ക് സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഈ പോലീസ് നന്നാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. കാര്യം ഇന്ന് ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഇൻജസ്റ്റിസ് നടക്കാൻ പാടില്ല. കാര്യം എനിക്കെതിരെ ഒരു ഇൻജസ്റ്റിസ് വരാൻ
എനിക്ക് എന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഇല്ലേ? I'm under Article 21 of the Constitution. I am entitled to have a decent life, dignified life. അതാണ് ഡിഗ്നിഫൈഡ് ലൈഫ് എന്നാണ് ആർട്ടിക്കിൾ 21 കുറിച്ച് പറയുന്നത്. ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് എന്താ? ആ ഡിഗ്നിഫൈഡ് ലൈഫിനെ എല്ലാം ഇല്ലാതാക്കി റദ്ദാക്കുന്ന രീതിയിലല്ലേ പലപ്പോഴും പോലീസ് പെരുമാറുന്നത്. മനാഫിന്റെ ഡിഗ്നിഫൈഡ് ലൈഫിനെ അല്ലേ പോലീസ് ഇല്ലാതാക്കിയത്? അത് കള്ളത്തരം അവർ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവര് ചെയ്തിട്ട് അവർ പറഞ്ഞ കംപ്ലൈന്റിനകത്ത് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇല്ല എങ്കിൽ ഇവർ കുത്തിച്ചേർത്തതാണെങ്കിൽ അതിനകത്ത് അദ്ദേഹത്തെ ഒരു മലീഷ്യസ് പ്രോസിക്യൂഷനെതിരെ ഒരു ശ്രമം ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. അയാളെ കംപ്ലൈന്റ് ഇല്ലാത്ത സാധനത്തിന് ചുമ്മാ എഴുതി ചേർത്തിച്ച് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ആ രീതിയിലും തെറ്റാണ് സുനിത. അതിനകത്ത് നമ്മൾ ഉറപ്പിച്ചു, നമ്മൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട കാര്യമാണ്. നമ്മൾ പോലീസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പോലീസിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബാധ്യതയാണ്. കാരണം നമുക്ക് പലപ്പോഴും പോലീസിനെ പേടിയാണ്. ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ വെളി രാജ്യങ്ങളിലാണെങ്കിൽ പോലീസിന്റെ സഹായം നമ്മൾ തേടും. ഇവിടെയാണ് പിള്ളേരെ പഠിപ്പിക്കാനാണ് പോലീസിനെ ഉപയോഗിക്കുന്ന പറഞ്ഞിട്ട്. ഏതാ പിള്ളേർ ചോറ് കഴിച്ചില്ലെങ്കിൽ അത് മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ അതൊരു പോസിറ്റീവ് കാര്യമല്ല, നെഗറ്റീവ് കാര്യമാണ്. അതൊരു നെഗറ്റീവ് കാര്യമാണ്. എന്റെ കുടുംബത്തും പോലീസുകാരുണ്ട്, പോലീസ് ഫംഗ്ഷൻ ചെയ്യുന്നവരുണ്ട്. ഞാൻ അവരോടും പറയുന്നത്, അവരുടെ വീട്ടില് ഞാൻ ഇവർ കണക്കാ. കാര്യം ആ പയ്യൻ അല്ലെങ്കിൽ എന്റെ സഹോദരൻ നല്ലതായതുകൊണ്ട് അവർ നീ നല്ലതാ, പക്ഷെ അവർ എന്ന് പറയുമ്പോൾ നീ മോശമാണ്. കാര്യം അവരുടെ ഭാഗമായി കഴിയും. നീ ഏറ്റവും നല്ല ശ്രീരാമചന്ദ്രന്റെ സ്വഭാവമുള്ള ആളാന്ന് പറഞ്ഞാൽ വീട്ടിൽ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ കാര്യമില്ല. കാര്യം എന്താ? ആ കൂട്ടത്തിൽ കൂടി കഴിയുമ്പോൾ എന്താകും എന്നുള്ളതാണ് പ്രശ്നം. ആ കൂട്ടമായിട്ട് നമ്മൾ കണക്കാവും. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ കാണും, നല്ല ആൾക്കാരുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ആൾക്കാർ വരുന്നുണ്ട്, വളരെ പ്രൊഫഷണലായി നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആരോടുമല്ല നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, പക്ഷെ ഇവരോടും കൂടിയാണ്. കാര്യം ഇവർക്കും അതിനകത്ത് ഇന്റേണൽ റിഫോം നടത്തുന്നതിനകത്ത് ഇവർക്ക് വലിയ ഡ്യൂട്ടി ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതൊരു സിസ്റ്റവും ഡെമോക്രാറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഇന്റേണൽ റിഫോം. ഞാൻ നന്നാകുക എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ അടിച്ചിട്ട് നന്നാകുക എന്നല്ല, ഞാനും കൂടെ ശ്രമിച്ചുള്ള നന്നാകലാണ്. എന്റെയാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് അതിനകത്ത് വരേണ്ടത്. അങ്ങനെ ഒരു എഫേർട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്ക് പലപ്പോഴും ഡിറ്ററൻസ് ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. കാര്യം എന്താ? ഇപ്പൊ 108 പേരുടെ പണി പോയിട്ടുണ്ട്, എന്നാ 108 അയ്യോ എന്റെ ഇനി പണി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കഞ്ഞു കുടിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങിയിരുന്നേക്കാം. അതല്ലാതെ അതൊരു ഭാഗമാണ്. അത് എക്സ്റ്റേണൽ കറക്ഷനാണ്. അത് മുഖ്യമന്ത്രി പറയുന്ന കാര്യം എക്സ്റ്റേണൽ കറക്ഷൻ, ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ കറക്ഷനാണ്. ഇന്റേണൽ കറക്ഷന് പ്രോപ്പർ റിഫോംസ് നടക്കണം, പോലീസിംഗിൽ എഡ്യൂക്കേഷൻ നടത്തണം. ഞാൻ ഒരിക്കൽ ഒരു ട്രിവാൻഡ്രത്ത് ഒരു പരിപാടിക്ക് പോയപ്പം ലോകനാഥ് ബെഹ്റയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പോലീസിംഗുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. അന്ന് അദ്ദേഹമായിരുന്നു DGP. അന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല, ഞാൻ ആ പാനലിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, പോലീസിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, വളരെ ആത്മാർത്ഥമായി പറയുകയാണ്, കാക്കി ഒഴിവാക്കണം. ഈ കാക്കി എന്ന് പറഞ്ഞ ഒരു സാധനം നെഗറ്റീവാണ്. അതൊരു കൊളോണിയൽ ട്രേസ് ഉണ്ട്. കാക്കി ഇട്ട പോലീസിന്റെ അടുക്ക കളിക്കാനുണ്ടോടാന്ന് ചോദിച്ചാൽ ഇവർ പലപ്പോഴും ഇടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാക്കി ഇവർക്കൊരു വലിയ അഭിമാനമാണ് കാക്കി. ആ അഭിമാനം നല്ലതാ. അഭിമാനം പോസിറ്റീവായിട്ടാണ് വെളിയിൽ വരുന്നതെങ്കിൽ, നിങ്ങളുടെ അഭിമാനം നിങ്ങൾ നല്ല രീതിയിലാണ് പുറത്തു വരുന്നതെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ അതൊരു നല്ല കാര്യമല്ല, നെഗറ്റീവാ. പോലീസ് കാക്കി കയറി കഴിഞ്ഞാൽ ഇയാൾ പുലിയാണ്. എന്ത് പുലി? ആർക്ക് പുലി? ഇപ്പൊ നല്ല രീതിയിൽ ഒരാൾക്ക് കേസ് നടത്താൻ ശക്തി ഉണ്ടെങ്കിൽ അയാള് അതിന്റെ പുറകെ പോവുകയാണെങ്കിൽ എന്താവും സ്ഥിതി? ഇവിടെ പിങ്ക് പോലീസിൽ ഒരു ലേഡി ഒരു മോശം പ്രവർത്തനം നടന്നിട്ട് അവർക്ക് ഫൈൻ മേടിച്ചില്ലേ? അതാ എനിക്ക് എന്റെ ജനാധിപത്യ വിശ്വാസികളായ എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്. രാഷ്ട്രീയത്തിനുപരിയാണ് ഞാനിത് പറയുന്നത്. എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ റൈറ്റിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. എന്ന് വെച്ചാൽ പോലീസ് വഴി കൂടെ പോകുമ്പോൾ അവരുടെ കൃത്യനിർവഹണത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വളരെ വലിയ ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട്. അത് സംരക്ഷിക്കപ്പെടാൻ നിങ്ങൾ റൈറ്റ് എക്സസൈസ് ചെയ്യുന്ന ആരാ? അത് നിങ്ങളാ എക്സസൈസ് ചെയ്യേണ്ടത്. ഒരു മോശം പ്രവൃത്തി ഉണ്ടായാൽ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണം, നിർബന്ധമായും കൊടുക്കണം. കാര്യം കംപ്ലൈന്റ് കൊടുത്താൽ ഇയാൾ എന്ത് ചെയ്യുമെന്നായി പറയുന്നത്? ആ പോലീസുകാരന് നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല, പിന്നെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കും, ഒന്നും വരത്തില്ല. ആ കാലം കഴിഞ്ഞു. കാര്യം നിങ്ങൾക്ക് ഒരു യൂട്യൂബ് വീഡിയോ ഇറക്കിയാലും ഒരു ഫേസ്ബുക്ക് വീഡിയോ ഇറക്കിയാലും നിങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാർ കാണുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ പോലീസുകാർ വിചാരിച്ച അതൊക്കെ നിങ്ങൾ മാർഗങ്ങളായി ഉപയോഗിക്കണം എന്നാ പറഞ്ഞത്. അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താന്ന് പറഞ്ഞാൽ ഒരു പ്രതി ഒരാളെ കൊന്നവനെ പിടിച്ച് നിന്നെ കുനിച്ചിരുത്തി ഇടിച്ചിടിച്ച് ഒരു കാര്യം കൂടെ പറയാം, ഒരാളെ പിടിച്ചിരുത്തി ഇടിച്ചിടിച്ചിടിച്ച് കുതിരയെ ഇടിച്ച് കഴുതയാകുന്നവൻ വരെ ഇടിച്ച് നിങ്ങൾ പറയുകയാണ് നീയാണോ കൊന്നത്? ആ ശരി. അവൻ കോടതി മുറി കയറുമ്പോൾ പറയും, സാറേ എന്നെ ഇടിച്ചിട്ട് പറയിപ്പിച്ചാണ്, ഞാനിതൊന്നും ചെയ്തതല്ല. ഈ ഇടിച്ചതും പറയിപ്പിച്ചതും അറസ്റ്റും എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല.
അപ്പൊ അറസ്റ്റ് എന്ന് പറയുന്നത് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലുള്ള ഒരു ഇംപ്രഷൻ ആൾക്കാർക്ക് പകുതി അവനെ അറസ്റ്റ് ചെയ്തല്ലോ എന്നോർത്ത് പകുതി പ്രശ്നം ആൾക്കാർ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ഉള്ള പറഞ്ഞു അവനെ അറസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ ഇത് പിന്നെ ഇവൻ ജയിലിലാണ് എന്നാ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു സാധനം FIR ഇടുന്നതിനും ഉണ്ട്. ഉണ്ട് എഫ്ഐആർ തന്നെ ക്വാഷ് ചെയ്യാൻ പറ്റത്തില്ലേ? അല്ല, മനുഷ്യരുടെ മനസ്സിൽ മനാഫിനെതിരെ ഇവര് കേസ് കൊടുത്ത് മനാഫ് പ്രതിയായി കഴിഞ്ഞു. പിന്നെ ബാക്കി ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കല്ലോ ആൾക്കാര്. മനാഫ് ചുമ്മാ ഇരിക്കും. FIR അദ്ദേഹത്തിന്റെ പേരുണ്ടെങ്കിൽ അദ്ദേഹം മേലോട്ട് എടുക്കത്തില്ലേ? പ്രഥമ ദൃഷ്ടിയാൽ ഒരാളെ ചുമ്മാ നിങ്ങൾക്ക് പ്രിജുഡൈസ് ചെയ്ത് ജനങ്ങൾക്ക് അത് കാര്യമില്ല എന്ന് ഞാൻ പറയാ. ഫോളോ അപ്പ് വാർത്തകളെ ഇപ്പൊ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന പോലെയാണ് FIR ഇട്ടു എന്ന് പറഞ്ഞാൽ ഉടനെ പ്രശ്നമുണ്ട്. പ്രശ്നം അപ്പൊ അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം കൂടുണ്ട്. പ്രതിയായി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കഴിയുന്ന നിർബന്ധമില്ല. കേരളത്തിലെ എക്സൈസ്, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ എക്സൈസ് പിടിക്കുന്നതും പോലീസ് പിടിക്കുന്നതും ചാരായ കേസ് എടുക്കുക. ചാരായ കേസ്, അതിനകത്ത് 5 ലിറ്റർ ചാരായം പിടിച്ചു. 3 ലിറ്ററിന്റെ പാട്ടയെ കാണത്തുള്ളൂ. ഈ 3 ലിറ്ററിനകത്ത് അങ്ങനെ 5 ലിറ്റർ കൊള്ളുന്നേ? ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? കേസ് തള്ളിപ്പോകും. ഏതാ കയറിയപ്പോ പിടിച്ചു, ചാരായ കേസ് പിടിച്ചു, അകത്ത് പോയി, ആള് വെളിയിൽ പോകും. അപ്പൊ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾ വളരെ അധികം കോമൺ ആയിട്ട് ഞാൻ ഇത്രയും ഇതായിട്ട് പറഞ്ഞത് ആൾക്കാർക്ക് കുറെ കാര്യം മനസ്സിലാവുന്നു. ചെയ്യുന്നതാണോ അതോ പോലീസുകാർ കള്ളു കുടിക്കുന്നതാണോ? പോലീസുകാർ പാട്ടയല്ലല്ലോ തിന്നത്, കള്ളല്ലേ കുടിച്ചത്. 5 ലിറ്ററിന്റെ അല്ലെ, 5 ലിറ്ററിന്റെ പാട്ട 3 ലിറ്റർ ആണെങ്കിൽ നിങ്ങൾ പിടിച്ച ഇതിനകത്ത് റിപ്പോർട്ടിനകത്ത് നിങ്ങൾ എഴുതുന്ന 5 ലിറ്ററിന്റെ ഒരു പാട്ട പിടിച്ചു. കോടതി വരുമ്പോൾ 3 ലിറ്ററിന്റെ പാട്ടയായി കഴിഞ്ഞ് ഈ 5 ലിറ്ററിന്റെ പാട്ടയല്ലേ പിടിച്ചു, 3 ലിറ്ററിന്റെ പാട്ടയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? 5 ലിറ്ററുള്ള പാട്ടയ്ക്കകത്ത് 3 ലിറ്ററിന്റെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ശരി, 2 ലിറ്റർ വരെ കുടിച്ചെന്ന് വെക്കാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? അങ്ങനെയുള്ള പച്ച പാട്ടയ്ക്ക് വരും ചുമന്ന പാട്ടയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആണ്. അല്ല, ഈ FIR ഇപ്പൊ ഈ മനാഫിനെതിരെയുള്ള FIR ഇന്ന് കേസ് വേണ്ടാന്ന് വിചാരിച്ചോണ്ടല്ലേ? അല്ലെങ്കിൽ ഇത് കോടതി പോകുമ്പോ ഇത് തന്നെയല്ലേ അവസ്ഥ? ഇതിൽ പറയുന്ന ചെയ്യാൻ പറ്റുന്നേ സംശയം എന്താ? അതാ പറഞ്ഞ ഇതിനകത്ത് നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണമെങ്കിൽ ഒരു വ്യക്തിയെ അപ്പുറത്തൊരാളെ പിടിക്കുക, എന്താ ചെയ്യുക? സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി നമുക്ക് ഉഗ്രൻ എവിഡൻസ് കിട്ടണം, ക്ലിഞ്ചിങ് എവിഡൻസ് കിട്ടണം. അതിനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ആ ക്ലിഞ്ചിങ് എവിഡൻസ് കിട്ടേണ്ട ആൾക്കാര് വേറെ തൊഴിലും പോയി അവനെ സംരക്ഷിക്കുകയും ഈ പറഞ്ഞ കൊണ്ടുപോയി ഇടിച്ചു കൊല്ലുകയും എന്നിട്ട് അതിനെ രക്ഷിക്കാനുള്ള പരിപാടി ചെയ്യുകയും കാര്യമില്ലല്ലോ. എന്നിട്ട് ഈ പറയുന്ന പാവങ്ങളെ പിടിച്ച് ഉപദ്രവിക്കാനുള്ള കാര്യം ചെയ്യുന്നത് അതിനകത്തൊരു അർത്ഥമില്ല. പക്ഷെ ഞാൻ ഒന്നുകൂടെ പറയുന്നു, അഞ്ജുവിന്റെ പരാതിയിൽ എന്ത് എന്നുള്ളതിന് പ്രാധാന്യം. അഞ്ജുവിന്റെ പരാതിയിൽ എന്താ ഉള്ളതെന്നുള്ളത് പുറത്തു വരട്ടെ. ഒന്നുകിൽ അഞ്ജു എഴുതി കൊടുത്ത പരാതിയാണിത്, അങ്ങനെയാണെങ്കിലും അഞ്ജു മോശമാണ് ചെയ്തത്, ഇത്തരം കാര്യങ്ങളൊന്നും മനാഫ് ചെയ്തിട്ടില്ല. ഇനി അഞ്ജു എഴുതി കൊടുക്കാതെ പോലീസ് FIR ഇട്ടതാണെങ്കിൽ പോലീസ് വൃത്തികേടാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അഞ്ജു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ജുവിന്റെ വൃത്തികേടാത്. ഇങ്ങനെ പറയാനുള്ള പരാതി ഇല്ല. എനിക്കെന്നല്ല, സുനിതയ്ക്കെന്നല്ല, എല്ലാവർക്കും അങ്ങനെ തോന്നാവൂ. അതാണ് ശരി. അത്രേ ഉള്ളൂ.